വൈദ്യുതി ആവശ്യമില്ലാതെ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ഭക്ഷണം തണുത്ത് സൂക്ഷിക്കാമെന്നതാണ് ഈ ഉപകരണത്തിന്റെ പ്രത്യേകത. കറണ്ട് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇവയുടെ ഗുണങ്ങൾ പരിചയപ്പെടാം. പ്രധാനമായും ഇവയ്ക്ക് വൈദ്യുതി ആവശ്യമില്ല, കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്നു, പ്രകൃതി സൗഹാർദ്ദമാണ്. സാധാരണ റെഫ്രിജറേറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവ കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് ഈ റെഫ്രിജറേറ്ററിൽ എങ്ങനെയാണ് ഭക്ഷണം സൂക്ഷിക്കാൻ സാധിക്കുന്നത് നോക്കാം. റെഫ്രിജറേറ്ററിന്റെ ആദ്യ ഭാഗത്തായി കാണാൻ സാധിക്കുന്ന ഫണലിലൂടെ കാറ്റകത്തേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഭൂമിയുടെ അടിയിലേക്ക് ഇറക്കി വച്ചിരിക്കുന്ന 6 ആർ പൈപ്പിലൂടെ കടന്നു പോകുന്നു. ഇതിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റ് കൂടുതലായി നടക്കാൻ ഇടയാകുന്നു. 6 ആർ പൈപ്പിലൂടെ കടത്തിവിടുന്ന കാറ്റ് ഇവോപ്പറേഷൻ ചേമ്പറിലെ കോപ്പർ കോയിലിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യപ്രകാശം ഇവോപ്പറേഷൻ ചേമ്പറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കോപ്പർ കോയിലിലൂടെ ബാഷ്പീകരണം നടക്കുകയും അതിലെ ജലാംശങ്ങൾ കോപ്പർ കോയിലിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ പറ്റിപ്പിടിക്കുന്ന ജലാംശങ്ങൾ കോപ്പർ കോയിലിനെയും അതിനുള്ളിലെ വായുവിനെയും തണുപ്പിക്കുന്നു. അവസാനമായി കോപ്പർ കോയിൽ നിന്നുള്ള ശുദ്ധമായ വായു ഭൂമിയുടെ അടിയിലൂടെ സഞ്ചരിച്ച് സ്റ്റോറേജ് ചേമ്പറിലൂടെ എത്തിച്ചേരുന്നു. സ്റ്റോറേജ് ചേമ്പറിനുള്ളിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഭക്ഷണപദാർത്ഥങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നു.